ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തായ്ലൻഡ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് 3rd ഡേയും 4th ഡേയും കമ്പൈൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പട്ടായയിലുള്ള ഒരു കോറൽ ഐലൻഡിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയും ജോളിയായിട്ടുമാണ് പോകുന്നത്. ഞങ്ങൾ ബോട്ടിലാണ് പോകുന്നത്. ബോട്ടിൽ അവർ ബീച്ചിൻ്റെ നടുക്കായിട്ട് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യും. അവിടെ ഒരു പാരഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ കളിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ആകാശത്തോട്ട് പറത്തി വിടും. ഞങ്ങളിങ്ങനെ പറന്ന് ഒരു റൗണ്ട് അടിച്ച് വരും. ആദ്യം ഞാൻ ചെയ്യേണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെയ്തപ്പോഴേക്കും എനിക്കും ചെയ്യാമെന്ന് തോന്നി. പിന്നെ ഞാൻ ചെയ്തു, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ചെയ്തു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. ഇതൊക്കെ ഇപ്പോഴല്ലേ കിട്ടുകയുള്ളൂ. ഇതല്ലാതെ കുറേ ഗെയിംസ് ഇവിടെയുണ്ട്. അണ്ടർ വാട്ടർ വാക്കും സ്പീഡ് ബോട്ടിങ്ങും. പക്ഷെ ഞാനിതിലൊന്നും കയറിയില്ല. എൻ്റെ ചേട്ടന്മാരെല്ലാം അണ്ടർ വാട്ടർ വാക്കിന് കയറുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നത് ബീച്ചിലാണ്. ഞങ്ങൾ വേറെ ബോട്ടിലാണ് പോണത് ബീച്ചിൽ. അപ്പോൾ ഗെയിംസ് എല്ലാം കഴിഞ്ഞ് അവർ നമ്മളെ ബോട്ടിൽ കയറ്റി ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ്. ബീച്ചിൻ്റെ നടുക്കെത്തിയപ്പോഴേക്കും ഭയങ്കര സ്പീഡായിരുന്നു. ബോട്ടിങ്ങനെ ഒലയുമായിരുന്നു. അമ്മയ്ക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാനൊക്കെ വന്നു. അമ്മയുടെ മുഖമൊക്കെ മാറി ഇരിക്കുമായിരുന്നു. അപ്പോൾ ബീച്ചിലും കുറേ വാട്ടർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നിനും പോയില്ല. പക്ഷെ ഞാൻ ബീച്ചിൽ കുറേ നേരം കളിച്ചു. ഞാനും ചേച്ചിമാരൊക്കെ കുറേ നേരം കളിച്ചു. ചേട്ടന്മാർ ഫുട്ബോൾ കളിച്ചു. ബോളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു ബ്ലൂവും ഗ്രീനും കളറിലായിരുന്നു. അപ്പോൾ വൈകിട്ട് എല്ലാവരും ഫ്രഷായിട്ട് ഞങ്ങൾ വൈകിട്ട് അൽക്കാസാർ ഷോ എന്ന് പറഞ്ഞൊരു ഷോനാണ് പോയത്. വലിയ തിയേറ്ററായിരുന്നു. അതിലാരും തെറ്റിച്ചില്ല. നല്ല രസമായിട്ട് എല്ലാവരും കളിച്ചു. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അവർ നല്ല ലൈറ്റും നല്ല രസമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോവുകയാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് ബാങ്കോക്കിലോട്ട് പോകണം. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ 4th ഡേ ആണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോണത് സഫാരി പാർക്കിലോട്ടാണ്. ഇവിടെ തന്നെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് മറൈൻ ഷോയും പിന്നെ സഫാരി പാർക്കും. ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു സ്പൈവാർ ഷോയ്ക്കാണ്. സ്പൈവാർ ഷോ എന്ന് വെച്ചാൽ ഒരു സ്റ്റണ്ട് ഷോ ആണ്. ഈ ഹോളിവുഡ് ഫിലിമൊക്കെ പോലെ നമ്മുടെ അടുത്ത് വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്ത് എങ്ങനെയാണ് അതുപോലെയായിരുന്നു. ഈ തീയും പടക്കവും കുറേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നതും ബ്ലാസ്റ്റും വെള്ളം സ്പ്രേ ചെയ്യുന്നതും ഇതൊക്കെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അടുത്തായി ഞങ്ങൾ പോയത് സീലാൻഡ് ഷോ എന്ന് പറഞ്ഞ ഷോയ്ക്കാണ്. അവിടെ എന്ന് വെച്ചാൽ ഒരു ആനിമലിനെ ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് അവർ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ബോൾ വെച്ചുള്ള ഗെയിംസും വെള്ളത്തിലിങ്ങനെ നീന്തിയിട്ട് ഉള്ള ഗെയിംസും ആ ക്ലാപ്പ് ചെയ്യുന്നതൊക്കെ നല്ല രസമായിരുന്നു. നിങ്ങൾ നോക്ക്. ഇപ്പം നെക്സ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയത് ഡോൾഫിൻ ഷോയിനാണ്. ഡോൾഫിൻ ഷോ
ഞാൻ നാട്ടിൽ നിന്ന് തന്നെ ഡോൾഫിൻ ഷോ മിസ്സാക്കരുതെന്ന് ആലോചിച്ചിട്ടാണൊക്കെ വന്നത്. കാരണം ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഭാഷ അല്ലെങ്കിൽ തായ് ഭാഷ അവർക്ക് എങ്ങനെ മനസ്സിലാവണു എന്നൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഈ ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ ഡാൻസ് കളിക്കുന്നു, മുങ്ങിപ്പോകാൻ പറയുമ്പോൾ മുങ്ങുന്നു, നല്ല രസമാണ്, ചാടാൻ പറയുമ്പോൾ ചാടുന്നു. എനിക്ക് ഇഷ്ടമായി നന്നായിട്ട്. പിന്നെ ഈ ആൾക്കാർ എൻ്റെ മേത്ത് കയറി കളിക്കുന്നു. നമുക്ക് നോക്കിയാലോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോൾഫിൻ ഷോന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നത് സഫാരി പാർക്കിലോട്ടാണ്. ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ മനസ്സിലായ ഒരു മാൻമെയ്ഡ് ജംഗിളാണ്. ഇതിൽ ആദ്യം വന്നപ്പോൾ കുറേ കൊക്കുകളെയും ചെറിയ ചെറിയ ആനിമൽസിനൊക്കെ കണ്ടു. പിന്നെ വലുതായി തുടങ്ങി ഈ ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുലിനെയും സിംഹത്തിനെയും ഡിയറിനെയും ബിയറിനെയൊക്കെ കാണാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. എന്നാലും ഇവർ വണ്ടിയുടെ അടുത്ത് നിന്ന് നമ്മളെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നാലും നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഞങ്ങൾ വാതിലൊക്കെ വിൻഡോ ഒക്കെ അടച്ചു വെച്ചേക്കുമായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് രാത്രിത്തെ ഡിന്നർ ക്രൂസിൽ നിന്നാണ് കഴിക്കുന്നത്. അവിടുത്തെ ഫുഡിനെ പറ്റി ഒന്നും പറയാനില്ല. നല്ല ഫുഡായിരുന്നു. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്, സീ ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. കൂടുതൽ അട്രാക്ഷനായിട്ട് തോന്നിയത് ഇതായിരുന്നു. പിന്നെ അവിടെ കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് വലിയ വലിയ ബിൽഡിങ്സും എല്ലാം കാണുമായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുമായിരുന്നു. DJയിൽ കൂടുതലും ഉള്ളത് മലയാളവും ഹിന്ദിയും പാട്ടൊക്കെ ആയിരുന്നു. മലയാളം പാട്ടൊക്കെ കേട്ടപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടാണ്. അപ്പോൾ വണ്ടി വെച്ച് കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ബുദ്ധ ടെമ്പിളിലോട്ടൊക്കെ പോയി ചെറിയ ചെറിയ ഷോപ്പിങ്സൊക്കെ നടത്തി. ഇനി ഞങ്ങൾ എയർപോർട്ടിലാണ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പോയതിൽ ഏറ്റവും നല്ല ട്രിപ്പായിരുന്നു ഇത്. എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഈ വീഡിയോയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.